അന്വേഷണം 2 ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞു, ലോക്കലായി. പക്ഷെ അത് വരാൻ പറഞ്ഞിട്ട് KSBD ഡാം സേഫ്റ്റി കാണുന്നില്ല. സേഫ്റ്റി സ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യും. കുറ്റക്കാരാരാണ് കണ്ടാലും അവർക്കെതിരായി നടപടിയെടുക്കുക. ആദ്യം പറഞ്ഞത് ഞാനാണ്. മാതൃഭൂമി എന്താ പറഞ്ഞറിയോ? ലളിതവൽക്കരിച്ചു. കുറ്റക്കാർക്കെതിരായി നടപടി എടുക്കണം പറഞ്ഞത് ഞാനാണ് ആദ്യമായിട്ട്, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം. ഞങ്ങളെ കുറ്റക്കാരെ ആരെയും സംരക്ഷിക്കണ ചുമതലയൊന്നും നമുക്കില്ല. മനസ്സിലായി? ഒരു ജീവൻ ഏറ്റവും വിലപിടിച്ചതാണെന്നുള്ള മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഒരു കുടുംബത്തിലൊരു കുട്ടി പോകുമ്പോൾ ഉണ്ടാകുന്നത് ദുഃഖം എല്ലാവർക്കും ഉണ്ട്. അത് നോക്കിയിട്ട് എന്താ നടപടിയെടുക്കും. അത് ഇപ്പോൾ തന്നെ ഒന്ന് കവേർഡ് കണ്ടക്ട് ഇടാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 5 ലക്ഷം റുപ്യ കൊടുത്ത് ഇനി ബാക്കി നഷ്ടപരിഹാരം കൊടുത്ത് ആ കുടുംബത്തിന് ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കണം. വിദ്യാഭ്യാസ വകുപ്പും നല്ല രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്. പോലീസും അതിൽ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ആർക്കാർക്കും അതിനെ വിളിച്ചു വെക്കാനൊന്നും പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ഇടപെടും ആണ് എനിക്ക് പറയാം. ഈ പ്രാഥമിക റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ളതാണോ അതോ കൂടുതൽ ഡീറ്റെയിലേക്ക് അത് ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല. അത് ഡീറ്റെയിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് ഉള്ള അന്വേഷണം നടത്തിയിട്ടില്ല. അത് അന്വേഷിക്കാനാണ് ചുമതലപ്പെടുന്നത്. അന്വേഷിച്ചിട്ടില്ലേ നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അന്വേഷിക്കാതെ നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ. ജനാധിപത്യമല്ലേ. അപ്പോൾ അത് നാളേക്ക് അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ അന്വേഷിക്കാതെ നടപടിയെടുത്താൽ. ടൈം ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം. അതിപ്പോൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? മന്ത്രിക്കാണോ അതോ ഡിപ്പാർട്ട്മെന്റിനെ? അത് എനിക്ക് കിട്ടുമല്ലോ. ഇതിലിപ്പം മറ്റിടങ്ങളിലൊക്കെ സമാനമായ രീതിക്ക് ഒരുപാട് സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണ് തകരാറ് വന്നത് ഇതിലെന്താ അറിയോ? നിങ്ങൾ തന്നെയാണ് മീഡിയ തന്നെ പലപ്പോഴും കുഴപ്പമുണ്ടാക്കുക. ഒരു പോസ്റ്റ് മാറ്റാൻ പോയാൽ അതിന് ജനങ്ങൾ പ്രതിഷേധം കൂട്ടും, അതിന് വലിയ വാർത്തയാക്കി കൊടുക്കും. അത് മീഡിയ തന്നെയാണ് ഒരു പരിധിവരെ ഈ തടസ്സം നിൽക്കുന്നത്. അത് നിങ്ങളെല്ലാവരും കൂടി നമുക്ക് സഹകരിച്ചാൽ ഒരാളുടെ മരണമില്ലാതെ നമുക്ക് കഴിക്കാൻ സാധിക്കും. കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ? എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം നടത്തും. ഒരാഴ്ചനുള്ളിൽ റിപ്പോർട്ട് കിട്ടും. ലൈനോട് ഷിഫ്റ്റ് ചെയ്യാനാണ് നിലവിലുള്ള ഈ ഒരു അപകടം സംഭവിച്ച ലൈൻ അവിടെ ഒരു പോസ്റ്റ് ഇടാൻ അവർ സമ്മതിച്ചു തോന്നുന്നില്ല. പുറത്തോടെ ഇടാൻ വേണ്ടി. അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളിലും ഇതുപോലെ എല്ലാവിടെയും അത് മറ്റു സ്കൂളുകളിൽ മാത്രമല്ല, പൊതുസ്ഥലങ്ങൾ എവിടെയെങ്കിലും അപകടമായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നു. ഒരാളുടെ മരണം കഴിഞ്ഞിട്ട് റീത്ത് കൊണ്ടുവച്ചിട്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ടോ കാര്യമില്ല. അത് മരണം വരാതെ കഴിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട്.